അനന്യാസ് മരിച്ച് എത്ര സമയം കഴിഞ്ഞാണ് സഫീറ മരിച്ചത്? ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സമയത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഏലിയാമ്മ ബാബു. ആദ്യത്തെ ചോദ്യം: യേശു ശമരിയക്കാരി സ്ത്രീയുമായി സംസാരിച്ചത് ഏത് സമയത്തായിരുന്നു? ഉത്തരം: ഏകദേശം 6 മണി നേരം. യോഹന്നാൻ 4:6-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയ സമയം എത്രയായിരുന്നു? ഉത്തരം: 9 മണി നേരം. അപ്പോസ്തല പ്രവൃത്തി 3:1. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. പത്രോസ് യേശുവിനെ രണ്ടാമത് തള്ളിപ്പറഞ്ഞ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് മൂന്നാമത് തള്ളിപ്പറഞ്ഞത്? ഉത്തരം: ഏകദേശം 1 മണിക്കൂർ നേരം കഴിഞ്ഞ്. ലൂക്കോസ് 22:59. അടുത്ത ചോദ്യം: പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കാൻ ന്യായാസനത്തിലിരുന്നപ്പോൾ സമയം എത്രയായിരുന്നു? ഉത്തരം: ഏകദേശം 6 മണി നേരം. യോഹന്നാൻ 19:14. അടുത്ത ചോദ്യം: തിബെര്യാസ് കടൽക്കരയിൽ വെച്ച് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴായിരുന്നു? ഉത്തരം: പുലർച്ചെയായപ്പോൾ. യോഹന്നാൻ 21:4. അടുത്ത ചോദ്യം: കൊർന്നല്യോസ് ദർശനത്തിൽ ദൈവദൂതനെ കണ്ടത് ഏത് സമയത്തായിരുന്നു? ഉത്തരം: ഏകദേശം 9 മണി നേരത്ത്. അപ്പോസ്തല പ്രവൃത്തി 10:3. അടുത്ത ചോദ്യം: ആദ്യമായി അന്യഭാഷയിൽ ജനം സംസാരിച്ചത് ഏത് സമയത്തായിരുന്നു? ഉത്തരം: പകൽ 3 മണി നേരത്ത്. അപ്പോസ്തല പ്രവൃത്തി 2:15. അടുത്ത ചോദ്യം: ഒരു സ്നേഹിതന്റെ അടുക്കൽ അപ്പം വായ്പ വാങ്ങുവാൻ മറ്റൊരു സ്നേഹിതൻ വന്നത് എപ്പോഴായിരുന്നു? ഉത്തരം: അർദ്ധരാത്രിക്ക്. ലൂക്കോസ് 11:5. അടുത്ത ചോദ്യം: സഹോദരന്മാർ പൗലോസിനെയും ശീലാസിനെയും ബെരോബയ്ക്ക് പറഞ്ഞയച്ചത് ഏത് സമയത്തായിരുന്നു? ഉത്തരം: രാത്രിയിൽ. പ്രവൃത്തികളുടെ പുസ്തകം 17:10. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ലെന്ന് യഹൂദന്മാർ ശപഥം ചെയ്തത് ഏത് സമയത്തായിരുന്നു? ഉത്തരം: നേരം വെളുത്ത സമയത്ത്. അപ്പോസ്തല പ്രവൃത്തി 23:12. അടുത്ത ചോദ്യം: ദമസ്കോസിലേക്ക് പോയ ശൗൽ യേശുവിൻ്റെ ശബ്ദം കേട്ടത് എപ്പോഴായിരുന്നു? ഉത്തരം: നട്ടുച്ചയ്ക്ക്. അപ്പോസ്തല പ്രവൃത്തി 26:13. അടുത്ത ചോദ്യം: റോമയിൽ പടയാളികളോടൊപ്പം ആയിരുന്ന പൗലോസ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് സംസാരിച്ചത് എപ്പോൾ മുതൽ എപ്പോൾ വരെയായിരുന്നു? ഉത്തരം: രാവിലെ തുടങ്ങി സന്ധ്യ വരെ. അപ്പോസ്തല പ്രവൃത്തി 28:23. അടുത്ത ചോദ്യം: മിസ്രയീമിൽ കടിഞ്ഞൂൽ സംഹാരം നടന്നത് എപ്പോഴായിരുന്നു? ഉത്തരം: അർദ്ധരാത്രിക്ക്. പുറപ്പാട് 12:29. അടുത്ത ചോദ്യം: അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടത് എപ്പോഴായിരുന്നു? ഉത്തരം: അതികാലത്ത്. ഉൽപ്പത്തി 22:3. അടുത്ത ചോദ്യം: അബ്രഹാമിന് ഗാഢനിദ്ര വന്നത് എപ്പോഴായിരുന്നു? ഉത്തരം: സൂര്യൻ അസ്തമിച്ചപ്പോൾ. ഉൽപ്പത്തി 15:12. അടുത്ത ചോദ്യം:
ദാര്യവേശ് രാജാവ് സിംഹത്തിന്റെ ഗുഹയുടെ വാതിൽക്കലെത്തി ദാനിയേലിനെ വിളിച്ചത് എപ്പോഴായിരുന്നു? ഉത്തരം അതികാലത്ത്. ദാനിയേൽ 6:19. അടുത്ത ചോദ്യം, ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ആഹാസിന്റെ കടികാരത്തിന്റെ നിഴൽ എത്ര പടിയാണ് പിന്നോക്കം പോയത്? ഉത്തരം 10 പടി. യെശയ്യാവ് 38:8. അടുത്ത ചോദ്യം, യോശുവയും കൂട്ടരും യെരിഹോ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റിയത് എപ്പോഴായിരുന്നു? ഉത്തരം അതികാലത്ത് അരുണോദയത്തിങ്കൽ. യോശുവ 6:15. അടുത്ത ചോദ്യം, ദൂതന്മാർ സോതോമിലെത്തിയത് എപ്പോഴായിരുന്നു? ഉത്തരം വൈകുന്നേരത്ത്. ഉൽപ്പത്തി 19:1. അടുത്ത ചോദ്യം, ദാവീദ് ദൈവസന്നിധിയിൽ സങ്കടം ബോധിപ്പിച്ച് കരയുന്നത് എപ്പോഴായിരുന്നു? ഉത്തരം വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും. സങ്കീർത്തനം 55:17. അടുത്ത ചോദ്യം, യേശുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ സൂര്യൻ ഇരുണ്ടുപോയിട്ട് അന്ധകാരമുണ്ടായത് എപ്പോൾ മുതൽ എപ്പോൾ വരെയായിരുന്നു? ഉത്തരം ഏകദേശം 6 മണി മുതൽ 9 മണി വരെ. ലൂക്കോസ് 23:44. അടുത്ത ചോദ്യം, സുഗന്ധവർഗവുമായി സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറക്കിലെത്തിയത് എപ്പോഴായിരുന്നു? ഉത്തരം അതികാലത്ത്. ലൂക്കോസ് 24:1. അടുത്ത ചോദ്യം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലപ്പേരിൽ കാണുന്ന സമയം ഏതാണ്? ഉത്തരം 10:30. അപ്പോസ്തലപ്രവൃത്തി 21:1. അടുത്ത ചോദ്യം, ഏലിയാവ് ബാലിൻ്റെ പുരോഹിതന്മാരെ പരിഹസിച്ചത് എപ്പോഴായിരുന്നു? ഉത്തരം ഉച്ചയായപ്പോൾ. 1 രാജാക്കന്മാർ 18:27. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ഗിദെയോൻ യഹോവയുടെ കൽപ്പന പ്രകാരം തൻ്റെ അപ്പനുണ്ടായിരുന്ന ബാലിൻ്റെ ബലിപീഠം തകർത്തത് എപ്പോഴായിരുന്നു? ഉത്തരം രാത്രിയിൽ. ന്യായാധിപന്മാർ 6:27. അടുത്ത ചോദ്യം ഇതാണ്, യാക്കോബ് ദൈവവുമായി എപ്പോൾ വരെയാണ് മല്ലു പിടിച്ചത്? ഉത്തരം ഉഷസ്സാകുവോളം. ഉൽപ്പത്തി 32:24. അടുത്ത ചോദ്യം, ഇസ്കറിയാത്ത യൂദ യേശുവിൻ്റെ കയ്യിൽ നിന്നും ഖണ്ഡം വാങ്ങിയ ഉടനെ എഴുന്നേറ്റ് പോയി. അത് ഏത് സമയമായിരുന്നു? ഉത്തരം രാത്രി. യോഹന്നാൻ 13:30. അടുത്ത ചോദ്യം, അനന്യാസ് മരിച്ച് എത്ര സമയം കഴിഞ്ഞാണ് സഫീറ മരിച്ചത്? ഉത്തരം ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോസ്തലപ്രവൃത്തി 5:7. ചോദ്യങ്ങളൊക്കെ ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ഗോഡ് ബ്ലസ് യു ഓൾ.